ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ അടുത്ത സീസണിലേക്കായി ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മയെ നീക്കി ഹാർദിക് പാണ്ഡ്യയ്ക്ക് ചുമതല നൽകിയതായി അടുത്തിടെയാണ് മുംബൈ ഇന്ത്യൻസ് അറിയിച്ചത്. ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രസ്തുത തീരുമാനമെന്ന് ടീം മാനേജ്മെന്റ് അറിയിച്ചുവെങ്കിലും കടുത്ത വിമർശനങ്ങളാണ് ആരാധകർ ഉയർത്തുന്നത്. ഇപ്പോൾ ഇതാ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ താരം സുനിൽ ഗവാസ്കർ. ഫ്രാഞ്ചൈസിയുടെ തീരുമാനത്തിന്റെ ശരിതെറ്റുകളിലേക്ക് ആളുകൾ കടക്കേണ്ടതില്ലെന്നാണ് ഗവാസ്കർ പറയുന്നത്. നമ്മൾ അതിന്റെ ശരികളിലേക്കും തെറ്റുകളിലേക്കും പോകേണ്ടതില്ല. പക്ഷേ അവർ എടുത്ത തീരുമാനം ടീമിന്റെ ഗുണത്തിനു വേണ്ടിയുള്ളതാണ്. കഴിഞ്ഞ 2 വർഷമായി രോഹിത്തിന്റെ സംഭാവന അത് ബാറ്റ് കൊണ്ട് പോലും ആവട്ടെ അല്പം കുറവ് തന്നെയാണ്. നേരത്തെ അവൻ വമ്പൻ സ്കോറുകൾ നേടിയിരുന്നു. കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫിലേക്ക് എത്തുന്നതിന് മുന്നത്തെ വർഷം മുംബൈ ഇന്ത്യൻസ് 9-ഓ 10-ഓ സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തതെന്ന് തോന്നുന്നു എന്നും സുനിൽ ഗവാസ്കർ പറഞ്ഞു. IPL മാത്രമല്ല അന്താരാഷ്ട്ര ക്രിക്കറ്റിലെയും നേതൃത്വപരമായ ഉത്തരവാദിത്തങ്ങൾ കാരണം രോഹിത് ക്ഷീണിതനാണെന്ന് തോന്നിയതിനാൽ ആവാം മുംബൈ ഇന്ത്യൻസ് പ്രസ്തുത തീരുമാനമെടുത്തത്. കഴിഞ്ഞ 2 സീസണുകളിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ ഫൈനലുകളിലേക്ക് നയിച്ച ഹാർദിക്കിനെ പോലെ ഒരു ക്യാപ്റ്റനെ ലഭിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് കരുതിയാവും മുംബൈ ഇന്ത്യൻസ് പ്രസ്തുത തീരുമാനം എടുത്തതെന്നും ഗവാസ്കർ കൂട്ടിച്ചേർത്തു. അതേസമയം മുംബൈ ഇന്ത്യൻസിന്റെ പുതിയ നായകനായി ഹാർദിക് പാണ്ഡ്യയെ നിയമിച്ചതിനെതിരെ പ്രതിഷേധം രൂക്ഷമാകവേ ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തെ പിന്തുണച്ചിരിക്കുകയാണ് മുൻ താരവും പ്രശസ്ത കമന്റേറ്ററുമായ സഞ്ജയ് മഞ്ജരേക്കറും. രോഹിത് ശർമ്മയെ നീക്കി പകരം ഹാർദിക്കിന് ക്യാപ്റ്റൻസി നൽകിയതിൽ ആരാധകർക്ക് വലിയ രോഷവും നിരാശയുമാണുള്ളത്. രോഹിത് ശർമ്മയെക്കുറിച്ച് ആരും വൈകാരികമായോ വികാരപരമായോ ചിന്തിക്കരുത്. മുംബൈ ഇന്ത്യൻസ് നടത്തിയത് നല്ല നീക്കമാണെന്ന് ഞാൻ കരുതുന്നു. ഹാർദിക് പാണ്ഡ്യ കഴിവ് തെളിയിച്ച നായകനാണ്. നായകൻ എന്ന നിലയിൽ നിരവധി വിജയങ്ങളും നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിങ്ങളുടെ ഫോമിലുള്ള T20 ക്യാപ്റ്റനും താരവുമാണെന്നും മഞ്ജരേക്കർ വിശദമാക്കി. മുംബൈ ഇന്ത്യൻസുമായുള്ള രോഹിത് ശർമ്മയുടെ ദീർഘകാലത്തെ ബന്ധവും 5 ട്രോഫികൾ അവർക്ക് നേടിക്കൊടുത്ത അദ്ദേഹത്തിൻ്റെ നേതൃശേഷിയുമെല്ലാം പ്രശംസനീയം തന്നെയാണ്. എന്നിരുന്നാലും ഹാർദിക് പാണ്ഡ്യയെ നായകസ്ഥാനം ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടത് ആവശ്യമാണെന്നും മഞ്ജരേക്കർ ചൂണ്ടിക്കാട്ടി. ട്രാൻസ്ഫർ എങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെയും മുംബൈ ഇന്ത്യൻസ് ഇത്രയും അധികം പിന്തുണയ്ക്കുന്നതിൻ്റെയും സമ്മർദ്ദം ഹാർദിക് പാണ്ഡ്യയ്ക്ക് അനുഭവപ്പെടില്ലെന്ന് താൻ വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.